എത്ര ഡോഗ്സ് ഉണ്ട് ഇവിടെ? 7. ഒരാൾ ഇവിടെ ഉണ്ട്. ആളുടെ പേര് എൻസോ. 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 എൻസോ ഡി വൈറ്റ്. ഈ അഗോറീസിന്റെ മുടി പോലെ ഇങ്ങനെ മുടി എടുക്കുന്ന പട്ടി അറിയാമോ? പുളി ഡോഗിനെ പോലെ തോന്നും, പക്ഷെ ഇത് പുളിയല്ല, ഇത് ഷിക്സു ആണ്. പിന്നെ ഇവിടെ എല്ലാ പപ്പീസും ഇവന്റെ കൂടെയാണ് ഇങ്ങനെ കളിച്ച് അലമ്പിയൊക്കെ നടക്കുന്നത്. ഇവിടെ എല്ലാ പപ്പീസിനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പട്ടിക്കുട്ടിയാണ് ഈ ഹാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ കൺസിഡർ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ്, അവൻ ഒരു പട്ടിയായിട്ടല്ല അവനെ തന്നെ കാണുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കാൻ വരായിരുന്നു, സുധാപ്പുനെ വളർത്താനായിരുന്നോ പാടതോ ഇവരെ വളർത്താൻ തന്നെയാണ് പാട്. ഇതാണ് ന്യൂ അഡിഷൻ റാഡോ. ഈ വീട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായി പോയി ഹ്യൂഗോ പോയപ്പോഴത്തേക്കും. ഇവനെപ്പോൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചു അപ്പോഴാണ് എല്ലാം ബാക്ക് ടു നോർമൽ ആയത്. മറ്റേ ഹ്യൂഗോയുടെ റെപ്ലിക്ക. ഡാഡോ കുട്ടിയോടാ. ബോണസ് ഡോഗ് ലവർ അല്ല, ആനിമൽ ലവർ. ഡോഗ് ലവർ അല്ല, ആനിമൽ ലവർ. എല്ലാം ഇഷ്ടമാണ്. ഡോഗ്സ് മാത്രമല്ല, അർജുൻ എല്ലാം ഇഷ്ടമാണ്. നല്ല അനുസരണ. ഇവനെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇവൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂലെന്ന് വെച്ചാൽ അങ്ങനെ ഈ ചട്ടമ്പിയും കൂടെ എടുത്ത്. ഇവളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭയങ്കര ചട്ടമ്പി. ഫാമിലിയിൽ എത്ര പേരുണ്ട് അവരെല്ലാവരും ഒരുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഡോഗ്സ് പെട്ടെന്ന് ട്രെയിൻഡ് ആവും. അതായത് ഒരേ കമാൻഡ് പല രീതി പറയാതെ ഒരേ രീതി പറഞ്ഞാൽ അവർ പെട്ടെന്ന് അവർ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യും. ഞാൻ കണ്ടല്ലോ വെച്ച്, ഞാൻ വളർത്തിയിൽ വെച്ച് ദി ഹാപ്പിയസ്റ്റ് പപ്പി ലൈക്ക് ആയിരുന്നു. ഇങ്ങനെ ഒരു അവളെ കാണുന്നതേ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു സുന്ദരി കുട്ടി, ഒരു ചക്കര കുട്ടിയാണ് ലൈക്ക. സുധാപ്പ് വന്ന സമയത്ത് ഇപ്പൊ സൗഭാഗ്യ ചേച്ചി ആണെങ്കിൽ ഫുൾ ടൈം സുധാപ്പുനെ ആയിരിക്കും എടുത്തിട്ട് നടക്കുന്നത്. ഇതപ്പോഴും പട്ടിയൊക്കെ നോക്കും. അല്ല, അങ്ങനെയുള്ള സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, വീണ്ടും അടുത്ത പപ്പി വേണമെന്ന് പപ്പി എടുത്ത ആളാണ്. സുധാപ്പ് വന്ന സമയത്താണ് എൻസോ വരുന്നത്. അപ്പൊ പപ്പി അതിന് മുമ്പ് ഇവിടെ ലൈക്കാണ് പപ്പി വന്ന്, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് ചേട്ടാ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ച പപ്പിയും കൂടെ ഇവിടെ പിടിച്ചു വാങ്ങിച്ചെടുത്ത്, ഫ്രണ്ടാണ് ഭാര്യ, ഫ്രണ്ടാണ് ഗർഭിണി എന്നൊക്കെ ചോദിച്ച് എന്നെ ഇമോഷണലി പിടിച്ചു വാങ്ങിച്ച് വേറെ കണക്കോട്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അർജുൻ ചേട്ടനും സൗഭാഗ്യ ചേച്ചി. എത്ര ഡോഗ്സ് ഉണ്ട് ഇവിടെ? 7. ഒരാൾ ഇവിടെ ഉണ്ട്. ആളുടെ പേര് എൻസോ. 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 എൻസോ ഡി വൈറ്റ്. ഏത് ബ്രീഡാണ്? ഡോഗ് അർജന്റീനോ. ഇവൻ എത്ര നാളായി ഈ ഒരു ഫാമിലിയിൽ ജോയിൻ ആയിട്ട്? അവനൊരു എത്ര 35 ഡേയ്സ് തൊട്ട് ഇപ്പോൾ 2 വയസ്സാകുമ്പോൾ 35 ഡേയ്സിൽ കൊണ്ടുവന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മെമ്പേഴ്സ് ഇങ്ങനെ ഫാമിലിയിൽ ഇങ്ങനെ ജോയിൻ ആയി വരുന്നുണ്ട്. അപ്പം എന്ന് തൊട്ട് തുടങ്ങി നിങ്ങളുടെ ഈ ഒരു ഡോഗ്സിനോടുള്ള ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ? വളരെ കുഞ്ഞിലെ തൊട്ടേ ഉണ്ട്. ബോണസ് ഡോഗ് ലവർ അല്ല, ആനിമൽ ലവർ. ഡോഗ് ലവർ അല്ല, ആനിമൽ ലവർ. എല്ലാം ഇഷ്ടമാണ്. ഡോഗ്സ് മാത്രമല്ല, അർജുൻ ചേട്ടൻ എല്ലാം ഇഷ്ടമാണ്. അർജുൻ ചേട്ടൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അതായത് അർജുൻ ചേട്ടനെ ലൈഫിൽ കിട്ടിയതിന് ശേഷമാണോ ഡോഗ്സിലേക്ക്? അല്ല, അർജുൻ ചേട്ടൻ വന്നതിന് ശേഷമാണ് എനിക്ക് ബാക്കിയുള്ള പെറ്റ്സിനോടും കൂടെ താല്പര്യം വന്നത്. അതിന് മുന്നേ എനിക്ക് ഡോഗ്സിന് ഇഷ്ടമാണ്. ഈ കാറ്റ്സ്, ബേർഡ്സ് അങ്ങനെയൊക്കെ കുറെ വളർത്തി തുടങ്ങിയത് അർജുൻ ചേട്ടനുള്ളതുകൊണ്ടാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ പെറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം 7ഓളം ഡോഗ്സ് ഉണ്ട് ഓരോ. എല്ലാം ആ മേഖല മുഴുവൻ അർജുൻ ചേട്ടൻ. എങ്ങനെയൊക്കെയാണ്? അങ്ങനെയല്ല, നമ്മൾ ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ നമ്മളൊരു പാറ്റേൺ ആണ്. ഇപ്പം നമ്മളിപ്പം ഫാമിലിയിൽ എത്ര പേരുണ്ട് അവരെല്ലാവരും ഒരുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഡോഗ്സ് പെട്ടെന്ന് ട്രെയിൻഡ് ആവും. അതായത് ഒരേ കമാൻഡ് പല രീതി പറയാതെ ഒരേ രീതി പറഞ്ഞാൽ അവർ പെട്ടെന്ന് അവർ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യും. അപ്പോൾ അതാണ് ചില ഡോഗ്സിന് ഇംഗ്ലീഷ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന പറയുന്ന കാര്യം. ഇംഗ്ലീഷ് എല്ലാവരും ഒരുപോലെയാണ്. കം ഗോ എന്ന് പറയുന്നത്. മറ്റേത് ഇവിടെ വരൂ, ഒരാൾ വാടാ അങ്ങനെ വിളിക്കുമ്പോൾ രണ്ടും നമുക്ക് ചിലപ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ ഡോഗ്സിന് അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പം നമ്മളിപ്പം ബാബാ എന്ന് ഒരാൾ വിളിക്കുമെങ്കിൽ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും ബാബാ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ കമാൻഡ്സ് അല്ലെങ്കിൽ കൂടുതൽ വേർഡ്സ് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കുറച്ച് ഭയങ്കരമായി ഇതിന് വേണ്ടി മിനിക്കടന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ട്രെയിൻഡ് ആവും. നമ്മുടെ വീട്ടിലെല്ലാവരും ഏകദേശം ഒരേപോലെയാണ് സംസാരിക്കുന്നത്. അപ്പം ഡോഗിനെ ഇപ്പം ഇങ്ങോട്ട് തുടങ്ങി ഇവിടെ വാടാൻ തന്നെ എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ പട്ടിക്കാണെങ്കിലും വരുന്നില്ല. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നമ്മൾ മൊത്തം 8 പേരുണ്ട് അല്ലേ വീട്ടിൽ? 3-6 പേരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ട്രെയിനിങ് പെട്ടെന്ന് നടക്കുക. ചേട്ടൻ എന്ത് പഠിപ്പിച്ചാലും റീഇൻഫോഴ്സ്മെന്റ് നല്ല അടിപൊളിയാണ്. ഇപ്പം ഡോഗ്സ് ഒരു മെമ്പർ നമ്മുടെ ഇവിടുത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ അവരും അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതായത് ഇപ്പം ട്രെയിനിങ് കൊടുക്കാനാണെങ്കിൽ ഒരു ഡോഗ് വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ട്രെയിനിങ് എന്നുള്ള സംഭവം നമ്മളൊരു ഈ ഒരു പർട്ടിക്കുലർ ഏജ് ആയ ഡോഗിനെ വേറൊരു ട്രെയിനർ വന്ന് ട്രെയിൻ ചെയ്യുമ്പോഴാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ട്രെയിനിങ് എന്നുള്ളൊരു ഫേസ് നമുക്ക് വരാറില്ല. കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ഡോഗ്സിന് ഇഷ്ടമുണ്ട്. നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്ന തന്നെ ഒരു പാറ്റേൺ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഒരു പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് സംഭവം എന്ന് പറയുമ്പം നമ്മളൊരു കുട്ടിയെ വീട്ടിൽ ചില വേർഡ്സ് പഠിപ്പിക്കും, അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും, നമ്മൾ പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ നമ്മൾ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കലാണ്. നമ്മുടെ വീട്ടില്
നമ്മുടെ കൂടെ നടന്ന് ഓട്ടോമാറ്റിക്കലി ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതേപോലെയാണ് ഡോഗ്സ്. ഇപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് വരുമ്പോഴാണ് ഈ ആക്സെപ്റ്റൻസ് ഒക്കെ വരുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പപ്പിയിലേ വരുന്നതുകൊണ്ട് കാര്യം പെട്ടെന്ന് പഠിച്ചങ്ങ് പോകും. ഈ അഗോറീസിന്റെ മുടി പോലെ ഇങ്ങനെ മുടി എടുക്കുന്ന പട്ടി അറിയാമോ? പുളി ഡോഗിനെ പോലെ തോന്നും, പക്ഷെ ഇത് പുളിയല്ല, ഇത് ഷിക്സു ആണ്. പിന്നെ അവന്റെ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കുറച്ച് ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല. ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാ പപ്പീസും ഇവന്റെ കൂടെയാണ് ഇങ്ങനെ കളിച്ച് അലമ്പിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവന്റെ മുടി പിടിച്ച് കടിച്ച് വലിച്ച് തുപ്പലാക്കിയൊക്കെയാണ് ഇവനിങ്ങനെ ആക്കുന്നത്. ഇവിടെ എല്ലാ പപ്പീസിനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പട്ടിക്കുട്ടിയാണ് ഈ ഹാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ കൺസിഡർ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ്, അവൻ ഒരു പട്ടിയായിട്ടല്ല അവനെ തന്നെ കാണുന്നത്. പിന്നെ മോളൊക്കെ വന്ന സമയത്തൊക്കെ ഇതുപോലെ മോള് കരയുമ്പോഴൊക്കെ നമ്മളെ വന്ന് വിളിക്കുന്ന, മോൾ എഴുന്നേറ്റ് എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഹാപ്പി. നമ്മുടെ വീട്ടിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഫുൾ ടൈം ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരേ ഒരു ഡോഗാണ് ഹാപ്പി. ഹാപ്പിക്കാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രിവിലേജ് ഉള്ളത്. സുധാപ്പു ഇപ്പൊ എങ്ങനെയാണ് ഈ ഡോഗ്സ് ഒക്കെ ആയിട്ട്? ഭയങ്കര ഇഷ്ടമാണ് മോക്ക്. നമ്മുടെ മോള് അത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ വളരാൻ പറ്റുള്ളൂ, പെറ്റ് ലവറായിട്ടേ വളരാൻ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് പെറ്റ് ലവേഴ്സേ നല്ല മനുഷ്യരായിരിക്കുള്ളൂ എന്നുള്ളതാണ്. എല്ലാവരോടും ഒരു കൈൻഡും അങ്ങനെ ഒരു നേച്ചർ ഡെവലപ്പ് ആവണമെങ്കിൽ ഇതുപോലെ വീട്ടിൽ പെറ്റ്സും ഡോഗ്സിനോടൊക്കെ ഡീൽ ചെയ്ത് എന്നാൽ ആ ജെന്റിൽ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ പഠിക്കുകയുള്ളൂ. അല്ലാതെ പിന്നെ ലക്കിലി ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ മക്കളും ഒക്കെ ഡോഗ്സ് ഉള്ളവരാണ്. അപ്പൊ അവള് ഫുൾ ടൈം, അതായത് എല്ലാ പെറ്റ്സിനെയും കണ്ടു വളർന്നുകൊണ്ട് ആ പേടി കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എടുക്കുകയൊക്കെ ചെയ്യല്ലേ. റാഡോയെ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കുന്നത് കൊച്ചു ബേബിയാണ്. ഇപ്പം റീസെന്റ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ഒരു വീഡിയോയിൽ കണ്ടാണ് ഹ്യൂഗോ ഈ ഫാമിലിയിലെ ഒരു ഭയങ്കര ഒരു മെമ്പർ ആയിരുന്നു. അതിനുശേഷം ഹ്യൂഗോയുടെ ഒരു വിയോഗം നമ്മളെല്ലാവരും വീഡിയോസിലൂടെ കണ്ടിരുന്നു. അപ്പം ഹ്യൂഗോ എങ്ങനെയായിരുന്നു ശരിക്കും, ഒരു സ്റ്റോറി ചോദിക്കുകയാണെങ്കിൽ ഹ്യൂഗോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് എത്തിയത്? ഹ്യൂഗോയെ പോലെ ഒരു ഡോഗ് ഇനി നമ്മുടെ ഫാമിലിയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു കിഡിലൻ ഡോഗായിരുന്നു. ഹ്യൂഗോ എത്താൻ കാരണം നമുക്ക് ഇതിനു മുമ്പ് ഒരു റോഡ് വൈലർ ഉണ്ടായിരുന്നു, നിയോ എന്നാണ് പേര്. അപ്പോൾ അവന് നമുക്കൊരു 9 years ആയിട്ട് നമ്മൾ വളർത്തുന്നു. അതായത് ഒരു 7 years എൻ്റെ കൂടെ ആയിരുന്നു അവൻ. പിന്നെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ കൂടെയായി. അപ്പം അവനിങ്ങനെ പെട്ടെന്ന് 9ാമത്തെ വയസ്സിൽ അവൻ മരിച്ചുപോയി. അവൻ മരിച്ചപ്പോഴത്തേക്ക് സൗഭാഗ്യം ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര ഡിപ്രഷനിലോട്ട്. കാര്യം സൗഭാഗ്യയുടെ ഫസ്റ്റ് വലിയൊരു ഡോഗാണ് നിയോ എന്ന് പറയുന്നത്. അപ്പോൾ സൗഭാഗ്യം മാത്രമല്ല, എനിക്കും ഇത്രയും വർഷമായിട്ട് കൂടെ കൊണ്ടിരുന്ന ആൾ പോകുമ്പോൾ ഭയങ്കരമായിട്ടും ഒരു മിസ്സിങ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു അവൻ മരിക്കുന്നതിന് ഒരു 5 വർഷം മുമ്പ് തൊട്ട് എനിക്ക് ഈ കാനക്കോഴ്സ് എന്നുള്ള ബ്രീഡ് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പിറ്റ്ബുള്ളൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നത്, എല്ലാം പിറ്റ്ബുൾ ആണെന്ന് നമ്മൾ വിചാരിച്ചു. എല്ലാം ഇങ്ങനെ മോഹിക്കണം, എല്ലാം പിറ്റ്ബുൾ ആണെന്ന്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ എല്ലാം ഈ ഡോഗ് ഓറഞ്ചിൻ്റെനോ കാനക്കോഴ്സോ എല്ലാം കയറി വരും അതിനകത്ത്. പ്രസാക്കിനേറിയോ ഇങ്ങനത്തെ കുറേ ബ്രീഡുകളെല്ലാം പിറ്റ്ബുൾ പോലെ ഇരിക്കും. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് ഇതല്ല, ഇത് കാനക്കോഴ്സോ എന്നുള്ളൊരു ബ്രീഡാണ് അന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഇവൻ പോയപ്പോഴത്തേക്ക് അവൻ്റെ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അടുത്തത് ഞാൻ റിപ്പീറ്റഡ്ലി ഒരു ബ്രീഡ് വളർത്താറില്ല. അപ്പം കാനക്കോഴ്സോ എന്ന ബ്രീഡിന് നമ്മൾ അപ്പം തപ്പി തുടങ്ങിയപ്പോൾ കേരളത്തിലൊരിടത്തും ഇല്ല, പപ്പീസൊന്നും അവൈലബിൾ അല്ല. അങ്ങനെ അവനെ ഇമ്പാലിൽ നിന്നാണ് എടുക്കുന്നത് അന്ന്. ഒരു പപ്പീനെ കിട്ടാൻ വേണ്ടിട്ട് അത്ര എഫേർട്ട് ഇട്ട് തന്നെയല്ലേ? കോവിഡ് ടൈമിലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ആദ്യം അവർ പറയുന്ന പൈസ കൊടുത്ത് അവനെ എടുത്തപ്പോൾ 2.5 ലക്ഷം രൂപയായി. ഏറ്റവും വലിയ ചാലഞ്ച് ഈ മറ്റേ ഫ്ലൈറ്റ് മാറിയൊക്കെ കയറണം. അപ്പൊ ഇടയ്ക്ക് മണിപ്പൂരിൽ ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പൊ ഇടയ്ക്ക് ഹോൾട്ട് വരുമ്പോൾ ഡോഗിന് ഇടയ്ക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എയർപോർട്ടായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ടെൻഷൻ അടിച്ചാണ് എന്തായാലും ഒരു ദിവസം ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വേറെ അവിടെ ആരും ഇല്ല. ശരിക്കും അങ്ങനെ ഏജന്റുമാരുണ്ടാവും അവിടെ പോകുമ്പോൾ ഡോഗ് ഹാൻഡ്ലേഴ്സ് അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്ത് തരും. അപ്പോൾ അന്ന് നമുക്ക് ആ നമ്പറൊന്നും കിട്ടിയില്ല, അങ്ങനെ വിളിച്ചിട്ട് അവർ സെറ്റായില്ല. അങ്ങനെ ഭയങ്കര ഇത്. ഇപ്പോൾ ഒരു ദിവസം ഡോഗിനെ ഒരിടത്ത് നിർത്തിയിരിക്കണം, നമുക്ക് അത്ര വിശ്വാസം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ട്രസ്റ്റ് ചെയ്യണ്ടേ, അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂസ് സ്റ്റേജായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഈ ഹ്യൂഗോ വരാൻ നല്ല ശരിക്കും പാടുപെട്ട്. നമ്മൾ നേരിട്ട് കാണാതെ അതുവരെ നമ്മളിങ്ങനെ പോയി പപ്പി എടുത്ത് നോക്കിയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വെളിയിൽ നിന്ന് ഒരാളെ, നമ്മളെ ഫ്രണ്ട്സോ ആരും പോവാതെ ഒരാൾ ട്രസ്റ്റ് ചെയ്ത് പൈസ കൊടുത്ത് പുള്ളി കോൺടാക്ട് ചെയ്യാതിരുന്ന് ഒരു 4-5 ദിവസത്തോളം പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന് പൈസ മൊത്തം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം ഭയങ്കര ടെൻഷനായി. നമ്മൾ
എല്ലാരും പറഞ്ഞു നിങ്ങളുടെ പൈസ പോയി പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി. അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചാണ് അവൻ ഇവിടെ കൊണ്ടുവരുന്നത്. ഹ്യൂഗോനെ കൈകളിൽ കിട്ടിയ ആ ഒരു മൊമെന്റ് ഒന്ന് ഓർക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര അതായത് നമുക്ക് ഈ സിനിമയിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു ഫീലിംഗ്. അതായത് ഡോഗ് ലവേഴ്സിനൊക്കെ അത് പറഞ്ഞാൽ പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അവനെ ഫൈനലി ടെൻഷൻ അടിച്ചവന് ഈ ട്രാവലിൽ പപ്പിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ള പേടി. അതായത് അവിടെ ഈ മണിപ്പൂരിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 17 ഒക്കെയാണ് ക്ലൈമറ്റ്. അവിടെ നിന്ന് നേരെ ഡൽഹി വരുമ്പോൾ 42 ആണ്. അപ്പോൾ ഇത് ഈ വരുന്ന പപ്പി ഒരു 3 months അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് എയർപോർട്ടിൽ ആൾക്കാരെയൊക്കെ വിളിച്ച് ലാസ്റ്റ് മൂമെന്റിലാണ് പപ്പി അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെ കുറേ നേരം കാറിൽ വെപ്പിച്ച്. നമ്മളെന്തെല്ലാം ഡെവലപ്പ് ആണെങ്കിലും പപ്പീസിന് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് അതിനെ കൊണ്ടുവരാൻ ഇപ്പോഴും ഒരു നല്ലൊരു മെക്കാനിസം ഒന്നുമില്ല. നല്ല ട്രാൻസ്പോർട്ടേഷൻ കാർഗോയുടെ കൂട്ടത്തിലിട്ടാണ് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു പെട്ടിയും ബാഗൊക്കെ പോലെ അല്ലല്ലോ ഒരു പട്ടിക്കുട്ടി. അതിനകത്ത് ചിലപ്പോൾ ചൂട് കാണും. ഫെസിലിറ്റീസ് AC ഒക്കെ ഉണ്ടാവും. എന്തോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് കാർഗോയുടെ കൂടെ വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ. കോവിഡ് ഭയങ്കര ലോക്ക്ഡൌൺ അങ്ങനത്തെ സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോയി നമുക്ക് എടുക്കാമല്ലോ. ഏകദേശം ഹ്യൂഗോ എത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു? 4.5 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും ഡിപ്രഷൻ സ്റ്റേജിലൂടെ വരെ ആ സൗഭാഗ്യ ചേച്ചി പോയിരുന്നു എന്ന്. കാരണം ഹ്യൂഗോയുടെ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ റൂമിൻ്റെ അടുത്ത് എൻ്റെ ഡ്രസ്സിങ് റൂമുണ്ട്. എൻ്റെ ഡ്രസ്സിങ് റൂമിൻ്റെ അടുത്താണ് അവൻ്റെ കേജ് വരുന്നത്. അവിടെ പോകുമ്പോഴേ അവൻ്റെ ആ കൂടെ അനങ്ങുന്നത്, അവൻ്റെ സൗണ്ട്, ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ്. അവിടെ ഒരു ഭയങ്കര വാക്വം. അതിനുശേഷമാണ് നമ്മളൊരു ഡോഗിനെ അവിടെ കൊണ്ടുപോയി ഇട്ടത്. ആ കൂട്ടിൽ അവനില്ലാത്ത ഒരു വാക്വം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഇനി ഇപ്പോഴും അവൻ്റെ ഒരു അത്രയും ഒരു ശരിക്കും ആ ബ്രീഡിനെ പറയുമ്പോൾ അത് പ്രൊട്ടക്ഷൻ ഡോഗ് എന്നാണ് പറഞ്ഞത്. ഈ ഗാർഡ് ഡോഗ്, വാച്ച് ഡോഗ് എന്നൊക്കെ പറയുക. അതിന് കാന കോഡ്സോ എന്ന് പറഞ്ഞ ബ്രീഡിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഡോഗ് എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഡോഗാണ്. ഒരു ഇല അനങ്ങണ പോലും അതിനിഷ്ടമല്ല. ഇപ്പം നമ്മളെ ദേഹത്ത് ഇപ്പോൾ ഒരു ചെടിയുടെ ഇല പറന്നൊന്ന് ഇരുന്നാലും ഉടനെ ഇത് വന്ന സ്ഥലത്തോട്ട് നോക്കാം. അങ്ങനത്തെ സ്വഭാവമാണ് ആള്. അവനുള്ളത് ഭയങ്കര ഒരു ചേട്ടൻ ഇത്രയും വർക്കിനൊക്കെ പോകുമ്പോഴേ എല്ലാ ഡോഗ്സും അങ്ങനെ ചെയ്യും. വേറെ ഇപ്പം നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഇപ്പം ഗേറ്റിൻ്റെ അടുത്ത് ഒരാൾ വന്ന് എണീറ്റൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഹാപ്പി ഒരു ഷിക്സു നോക്കണ പോലെ അല്ല ഒരു വലിയ കനാഗോഡ്സ് നോക്കണം. അതൊരു ശരിക്കും ഒരു മൃഗം അടുത്ത് നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. അത്ര പവർഫുൾ ആണ് ആള്. പേടിക്കും ആൾക്കാർ കണ്ട. ഇതാണ് ലൈക്ക, നമ്മുടെ കനാഗോഡ്സ് ഓഫ് ഫീമെയിൽ. പിന്നെ നമ്മൾ എത്ര ദിവസമായിട്ടാണ് എടുക്കുന്നത്? 45 ഡേയ്സിലാണ് ലൈക്ക നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പം അർജുൻ ചേട്ടൻ പറഞ്ഞ പോലെ ഹരിയാനയാണ് അവളെ എടുക്കുന്നത്. ഹരിയാന എന്നാണ് എടുക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഡിപ്രഷനും ഒക്കെ ആയിരുന്ന സമയത്ത് അതൊന്ന് മൂഡ് ലൈറ്റനപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പപ്പിയാണ്. പക്ഷേ ഇവൾ വന്നതിന് ശേഷം ആ ഒരു ജേർണിയെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ വളർത്തിയതിൽ വെച്ച് ദി ഹാപ്പിയസ്റ്റ് പപ്പി ലൈക്കായിരുന്നു. ഇങ്ങനെ ഒരു അവളെ കാണുന്നതേ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു സുന്ദരി കുട്ടി, ഒരു ചക്കര കുട്ടിയാണ് ലൈക്ക. ഇത് എൻസോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇവനെ എടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. ഇതിൻ്റെ ഭംഗി തന്നെയാണ് എടുക്കാനുള്ള കാരണം. പപ്പിയിലെ ആൾ ഭയങ്കര ബാലൻസ്ഡ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ഡോഗായിരുന്നു. നല്ല ബ്രീഡിങ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ബ്രീഡായത്. അപ്പം കുഞ്ഞ് ജനിച്ച സമയം തൊട്ട് എനിക്ക് അറിയായിരുന്നു ആളിനെ. 2 മെയിൽ ഡോഗ്സ് ആണ് ഉണ്ടായിരുന്നത്. 2ഉം നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് എടുത്തത്. എൻസോ ഡോഗോ അർജന്റീനോ ആണ്. മോളുടെ കൂടെ വളർന്നു വന്ന ഒരേ ഒരു പപ്പിയാണ്. 2ഉം പപ്പി സ്റ്റേജ്, ഒരാളും മറ്റേ ബേബി സ്റ്റേജിൽ. അപ്പം മോള് നടക്കാനൊക്കെ പഠിക്കുന്ന ഇവൻ്റെ മേളിൽ കൈവച്ച് എഴുന്നേറ്റ് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സ്പെഷ്യൽ ഡോഗാണ് എൻസോ. ഗാർഡിങ് ചെയ്യും. ഇപ്പം തുറന്ന് വിട്ടിരുന്ന സ്ട്രേഞ്ചേഴ്സ് ഒന്നും കയറാനൊന്നും പറ്റില്ല. ഗാർഡിങ് ഒക്കെ ചെയ്യും. നമ്മൾ അത്രയും അഗ്രസീവായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇപ്പം മനുഷ്യനേക്കാളും കൂടുതൽ സ്നേഹം മൃഗങ്ങൾക്കുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. ഈ സ്നേഹത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ. അതെ, സത്യമാണ്. അപ്പം നിങ്ങൾ ഇത്രയധികം മക്കളെ പോലെ തന്നെയാണ് ചേർത്തെടുക്കുന്നത്. ഇപ്പം മൂഡ് സ്വിങ്സിന്റെ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് വയ്യാണ്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോന്നുന്ന സമയത്തോ ഈ സമയത്തൊക്കെ ഈ ഡോഗ്സിനും അത് ഫീൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്പോട്ടാണ് അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ദീവാൻ അവിടെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഭയങ്കരമായിട്ട് വിഷമം വന്നാൽ ആദ്യം ഞാൻ അവൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഭയങ്കര കാമായിട്ടാണ് അവൻ്റെ ബിഹേവിയർ. ചേട്ടൻ പഠിപ്പിച്ചെടുത്തതാണ്. നമ്മൾ വിഷമിച്ചിരുന്നാലും ഭയങ്കര ഹൈപ്പറായിട്ട് നമ്മുടെ ദേഹത്ത് ചാടിക്കയറി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കൂടെ നമ്മളത് ഓക്കെ ആവുന്നത് വരെ അവൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. ഗാർഡിങ്ങിന് പോലും പോവാതെ അവിടെ കൂടെ വന്നിരിക്കും. അതൊക്കെ ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു. നമുക്ക് പറഞ്ഞില്ലേ, ഒരു ഇല വന്നാലും ഇല ആണെങ്കിൽ ഓടിപ്പോയി കടിക്കുന്നു. അപ്പം അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരാൾ തിരിച്ച് കാമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അല്ലെ ഇവൻ സാധാരണ അങ്ങനെ അല്ലല്ലോ, ഇവൻ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഉടനെ ഓടിപ്പോകുന്ന ആളല്ലേ, എന്നിട്ടിപ്പോൾ പോകുന്നില്ലല്ലോ, നമുക്കിങ്ങനെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്ന ഡോഗ്സ് എന്ത് ചെയ്താലും നമുക്ക് നമ്മൾ ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര എന്താ പറയുക, നമ്മൾ നല്ലതായിട്ട് ഇംപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരാളിരിക്കുന്ന പോലെ തന്നെ തോന്നും. എനിക്ക് പൊതുവെ ഭയങ്കര പേടിയുള്ള ഞാനത് ചോദിക്കാൻ, പെൺകുട്ടികൾക്ക് പൊതുവെ ആൺകുട്ടികളെക്കാളും പട്ടിയെ പേടിയെന്നല്ല, എനിക്ക് പൊതുവെ ഈ ഡാർക്ക്നെസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇരുട്ടിൽ കൂടെ നടന്നു പോകാൻ. ചേട്ടൻ എൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. ചേട്ടൻ ഒന്നും പേടിയില്ല, എനിക്കെല്ലാം പേടിയാണ്. ഇരുട്ട് പേടിയാണ്, തനിയെ നടന്നു പോയി ഗെയിൻ്റെ അവിടെ പോയി കുത്തിയിടാൻ എനിക്ക് പേടിയാണ്, തിരിച്ച് നടന്ന് വീട്ടിൻ്റെ അകത്തോട്ട് കയറി എല്ലാം എനിക്ക് പേടിയാണ്. പല പല പേടി, പ്രേതം, അതൊക്കെ ഒരു കൂട്ടം ഡോഗ്സ് ഒക്കെ ആയിട്ടാണ് ഇവൻ ഭയങ്കര അത് മനസ്സിലാക്കിയിട്ടേ. അവൻ ഫ്രണ്ടിൽ പോവും, എനിക്ക് ഗേറ്റ് കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ ആദ്യം നടന്നു പോയി ഗേറ്റിന്റെ അവിടെ പോയി നിന്ന് എല്ലാം റൂട്ട് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. സ്വിഗ്ഗിയിൽ ആള് വന്നെന്ന് വെച്ചാൽ സ്വിഗ്ഗിയിൽ ആള് ഫുഡ് കൊടുക്കുന്നവരെ ഇവര് മിണ്ടായിരിക്കും. ഇത് സൗഭാഗ്യമല്ലേ എന്ന് ചിലപ്പോൾ ചില ആൾക്കാർ മനസ്സിലായി ചോദിക്കുമല്ലോ. അങ്ങനെ അതായത് ഫുഡ് കൊടുക്കണ ഒരു പ്രോസസ്സ് അല്ലാതെ അതിനകത്തൊരു വാക്ക് പറഞ്ഞാൽ അപ്പം വരെ കൊറോണ. അതിൽ ഇത് ഹ്യൂഗോ മാത്രമല്ല, ഇവന്മാരല്ല, ഇവനും അങ്ങനെ തന്നെയാണ്. ഇവർ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും, ഫുഡ് വാങ്ങിച്ച് പോയി അപ്പം അത്ര തന്നെ. അതല്ല ഫുഡ് വാങ്ങിക്കണ സൗഭാഗ്യമല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സംസാരം മാറുമ്പം അപ്പം ഒന്ന് ചാർജ് ചെയ്യും. അത്രയധികം പിന്നെ അവിടെ നിൽക്കരുത്. ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾക്ക് പട്ടിയെ പേടി അങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാർക്കുണ്ട്. അപ്പം സൗഭാഗ്യ ചേച്ചി ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പേടി ഉണ്ടായിരുന്നിട്ട് മാറിയതാണോ? എനിക്ക് ഇപ്പോഴും പേടിയാണ്. എനിക്ക് എന്റെ പട്ടിയെ മാത്രമേ എനിക്ക് തൊടാൻ പറ്റുള്ളൂ. വേറെ പട്ടിയൊക്കെ എനിക്ക് പേടിയാണ്. അവരിപ്പോ എത്ര ഫ്രണ്ട്ലിയാണ് തൊട്ടോളൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എനിക്ക് എന്റെ ഡോഗ്സിനെ മാത്രമേ എനിക്ക്. അങ്ങനെയാണ്. അപ്പൊ അതെങ്ങനെ കംഫർട്ട് ആക്കി എടുക്കുന്നത്? ഇപ്പം അർജുൻ ചേട്ടൻ ഓരോ ബ്രീഡിനെ ഇങ്ങോട്ട് തീരെ കുഞ്ഞിത്തുള്ള പപ്പി ഇപ്പം റാഡോനെ കാണിച്ചില്ല. റാഡോർ അത്രയുള്ള പപ്പീസായിട്ട് വരുമ്പോ പേടി തോന്നൂലല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം ഒരു ബ്രാഹ്മിൻ ഫാമിലി നിന്നാണ് വരുന്നത്, പ്യുവർ വെജിറ്റേറിയൻ ആണെന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഇപ്പം ഈ ഇത്രയധികം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവരെന്താണെങ്കിലും വെജിറ്റേറിയൻ ഒന്നും അല്ല, ഇവർക്കായിട്ട് ഇപ്പൊ ഫുഡ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കാറുണ്ട്. വെജിറ്റേറിയൻസിന് ഡോഗ്സിനെ വളർത്താം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഡോഗ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ടല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പം എങ്ങനെയാണ് അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയത്? ഇപ്പം പ്യുവർ വെജിറ്റേറിയനിൽ നിന്ന് ഇങ്ങനെ പട്ടിക്ക് വേണ്ടി എന്ത് ഡോഗ്സിന് വേണ്ടി എനിക്ക് കുഴപ്പമില്ല. ബ്ലൂ വെയിലാണെങ്കിലും പിടിച്ചു കൊടുക്കും. അത്രയധികം. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കൂല. അതായത് ചേട്ടനൊക്കെ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യേണ്ടി വരും. ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഇവരുടെയൊക്കെ ഈ ഡോഗ്സിന്റെ ഒക്കെ ഡയറ്റ് കാര്യങ്ങൾ ചോദിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക് ഫുഡ് ഒരു ദിവസത്തെ? എല്ലാം ചേട്ടനാണ് പ്ലാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂല ആർക്കും. പറയത്തില്ല. അല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെയൊക്കെ തന്നെ ഈ ഫൈബറുള്ള കുറച്ച് വെജിറ്റബിൾസ് ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചിക്കൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ മീറ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യും. അത്ര തന്നെ. ഇത്രയും ഡോഗ്സിനൊക്കെ ഇവിടെ വളർത്തുമ്പോൾ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടാവും ഒരു ദിവസം ഏകദേശം? നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് ബിസിനസ്സും അല്ല. ഒരു സമയത്ത് പൈസ ഇല്ലാതാകുമ്പോൾ ആലോചിക്കുമായിരിക്കും. നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബൈക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അയ്യോ എത്ര മൈലേജ് ഉണ്ട്, പെട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ നോക്കൂല എന്ന് പറഞ്ഞാല് ഇപ്പൊ പട്ടിയെ വളർത്താൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയില്ല. ബിസിനസ് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഒരു മാസം എത്ര ചെലവാകുന്നു അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല. ഇതാണ് ന്യൂ അഡിഷൻ റാഡോ. നമ്മുടെ തങ്കക്കുടവാണ്. ഈ വീട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായി പോയി ഹ്യൂഗോ പോയപ്പോഴത്തേക്കും. വേറെ ബർഫി നൈലൊക്കെ വന്നിട്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു. ഇവനെപ്പോൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചു അപ്പോഴാണ് എല്ലാം ബാക്ക് ടു നോർമലായത്. മറ്റേ ഹ്യൂഗോയുടെ റെപ്ലിക്ക എനിക്കങ്ങനെ തോന്നി. പക്ഷേ വീട്ടിലെല്ലാവരും പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ എനിക്ക് ഇവനെ കണ്ടപ്പോഴാണ് സമാധാനമായി തുടങ്ങിയത്. ചേട്ടൻ ഇവനെ പറ്റി ഒന്ന് പറയല്ലേ? ഇതിനെപ്പറ്റി എന്താ പറയുക, അവൻ മറ്റവൻ്റെ മോനാണ്. ഹ്യൂഗോയുടെ ലാസ്റ്റ് മീറ്റിങ്ങിലുള്ള മെയിൽ പപ്പിയാണ്. പിന്നെ അവൻ്റെ 2 സിസ്റ്റേഴ്സും കൂടെ ഉണ്ട് ഇനി കൊടുക്കാനായിട്ട്. ബാക്കി എല്ലാവരും വേറെ വേറെ പുതിയ വീടുകളിലൊക്കെ പോയി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും കുട്ടിക്കാലം തൊട്ട്, അതായത് നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനായിരുന്നു ശരിക്കും വന്നത്, അല്ലെങ്കിൽ എങ്ങനായിരുന്നു? അവിടെയും ഉണ്ട് ഡോഗ്. മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ പോണ ആള് എൻ്റെ അമ്മയായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം, ഡോഗ് ലവർ ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കണ്ടീഷൻസ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അർജുൻ ചേട്ടനെക്കാട്ടിൽ ഒരാൾ ഇനി ഇല്ല ഈ ഭൂമിയിലില്ല എനിക്ക്. അപ്പം ഡോഗ്സിലൂടെയാണ് നിങ്ങളും പരിചയപ്പെട്ടതൊക്കെ? ഡോഗ്സിലൂടെ അല്ല, നമ്മൾ ഡാൻസിലൂടെയാണ് പരിചയപ്പെട്ടത്. പക്ഷെ അത് കഴിഞ്ഞ് ഡോഗ്സിനെയും കൂടെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്
എനിക്ക് സൗഭാഗ്യം അങ്ങനെ ഡോഗ് ലവറായിട്ട് അറിഞ്ഞൂടായിരുന്നു. കാര്യം കുഞ്ഞായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം വീട്ടിൽ ഡോഗ്സ് ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് അപ്പോഴേ ഭയങ്കര പട്ടിപ്രാന്ത് അങ്ങനെയാണ്. എനിക്ക് കുറേ പഗ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൽ ഒരു പഗ്ഗിന് ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നത്. അത് ഭയങ്കര വല്ലാത്ത കണ്ടീഷനിലൊക്കെയാണ് ഇരുന്നത്. എന്തോ ദുർഭാഗ്യവശാൽ ആ ബ്രീഡറിനത്തിൽ രക്ഷപ്പെട്ട് വന്ന ആ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അതും എൻ്റെ മെയിൽ ഡോഗും തമ്മിൽ മേറ്റായി അങ്ങനെ കുട്ടികളൊക്കെ ആയിപ്പോൾ. അപ്പോൾ കുട്ടികളും ഫുൾ വീക്കായി, അതിന് ഫുൾ സ്കിൻ ഡിസീസും അസുഖങ്ങളും. അപ്പോൾ എല്ലാവരും പട്ടി എന്ന് പറയുമ്പോൾ മറ്റേ ക്യൂട്ടായിട്ടിരിക്കണം, നീറ്റായിട്ടിരിക്കണം, എന്നാലേ തൊടുവുള്ളൂ, സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് അസുഖം പിടിച്ചാൽ ആരും തൊടത്തില്ല. അസുഖമുള്ള ഡോഗ്സിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 90% അങ്ങനെ വരാം. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല സൈഡ്. അത് അറിയാതെ ബ്രീഡായപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ കാണാൻ ഭംഗിയില്ലാത്ത ഡോഗ്സിന്റെ അടുത്ത് ഈ ആൾക്കാർക്ക് ഡോഗ് ലവ് കാണില്ല. മറ്റേ നന്നായിട്ടിരിക്കുന്ന പട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡോഗ്സിന് ഇതുപോലെ ആൾക്കാർ ഇത് വന്ന് തൊടുവോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫുൾ അങ്ങനെ കാണാൻ പഗ്ഗിന് അത്രയും ഭംഗി ബ്യൂട്ടി ഒന്നുമില്ല. പക്ഷെ അർജുൻ ചേട്ടൻ വന്ന് ഇവരെ കൈകാര്യം ചെയ്യണൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു ബാഹ്യമായ ഒരു ബ്യൂട്ടിയൊക്കെ നോക്കിയിട്ടല്ലല്ലോ സ്നേഹിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അവിടെയൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ്. എൻ്റെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇറക്കിയൊക്കെ വിടുന്നത്. അവർക്ക് എപ്പോഴും സ്നേഹപ്രകടനമാണ് ഡോഗ്സിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹ്യൂമൻസിന്റെ സ്നേഹം പോലെയല്ലോ ഡോഗ്സിന്റെ സ്നേഹം. ഡോഗ്സ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പോർഷെ കാർ വേണമെന്നോ അല്ലെങ്കിൽ ഐവാച്ച് വേണമെന്നൊന്നും പറയാറില്ല. അവർക്ക് എപ്പോഴും ടൈം കൂടെ വരുന്നത് അവർക്ക് വേണ്ടത് സ്നേഹം മാത്രം. അത്രയൊക്കെ സമയം കൊടുക്കാൻ ഇപ്പൊ ഒരു ദിവസം ഒന്നും പറ്റില്ല. ഞാൻ ചുമ്മാ പങ്കിന് സോയയും മാത്രം കൊടുക്കുമ്പോൾ ഒരു ചിക്കൻ കൊടുക്കണം, അതേ സന്തോഷത്തോടെ കഴിക്കാറുണ്ട്. അവർക്ക് നമ്മൾ കൂടെ ഇരുന്ന് വാരി കൊടുത്താൽ അല്ല. ഞാൻ ചോദിച്ചാൽ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇപ്പം സൗഭാഗ്യ ചേച്ചിക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ട്, അർജുൻ ചേട്ടൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ ചില സമയത്തൊക്കെ ഒത്തിരി സമയം കൊടുക്കാറുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ടോ? ദേഷ്യമല്ല, ഇവര് ഡിപ്രസ്ഡ് ആവും, വിഷമം വരും. അല്ല ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് ബീച്ചിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് ഓക്കെ ആയിക്കോളും. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇതുവരെ ബിസി ആയിട്ടില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ അവൈലബിൾ. ലാസ്റ്റ് ഒരു ദിവസം ബീച്ചിൽ കൊണ്ടുപോയപ്പം പോലീസുകാരെന്ന് പറഞ്ഞു ഇവിടെ ബീച്ചിൽ ഡോഗ്സ് അലൗഡ് അല്ല. ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ ഇനി നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി സോഷ്യലൈസ് ചെയ്യണം? അല്ലെങ്കിൽ ഡോഗ്സിനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഡോഗ് പാർക്കിൽ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുമോ? ഏറ്റവും വലിയ തമാശ മൊത്തം ഡോഗ്സ് നിൽക്കുന്നു ബീച്ചില്. അല്ല, സ്ട്രേ ഡോഗ്സ് നിൽക്കൂലേ? അപ്പൊ നമ്മുടെ ഡോഗിനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവിടെ ഡോഗ്സ് അലൗഡ്. എനിക്ക് തർക്കിക്കണമെന്നൊക്കെ ഉണ്ട്, അത് ഏത് ലോ ബുക്കിൽ എഴുതിക്കണം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ചോദിച്ചുകൊണ്ട് യൂസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞ് അവിടെ ഒന്നും തർക്കിച്ച് അവർ വേറെ എന്തെങ്കിലും അടുത്തൊരു കാരണം കണ്ടുപിടിക്കും. ആ ഒരു മൂമെന്റ് അങ്ങ് നശിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇറങ്ങി പോകുന്നു. പക്ഷെ എനിക്ക് ശരിക്കും വിഷമം വന്നത്. നമ്മൾ പിന്നെ എവിടെയാണ് ഞാനാണെങ്കിൽ വെളുപ്പിന് 4 മണിക്കാണ് സമയത്തല്ല പോകുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തല്ല പോകുന്നത്. നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാരില്ല. അന്ന് നമ്മൾ വെളുപ്പിന് 4 മണിക്കാണ് കൊണ്ടുപോയത്. കാര്യം ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊണ്ടുപോയല്ലേ. ഇവർ വലിയ ഡോഗ്സ് അല്ലേ. ഇവരെ പോലെ തന്നെ നമ്മുടെ ഇവിടെ സുധാപ്പും ഉണ്ട്. സുധാപ്പിന് ഒരുപാട് ഫാൻസും ഉണ്ട് ആക്ച്വലി. ഇവരെ പോലെ ഒന്നും അല്ലത്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കാൻ വരായിരുന്നു, സുധാപ്പുനെ വളർത്താനായിരുന്നോ പാടതോ ഇവരെ വളർത്താൻ തന്നെയാണ് പാട്? കാരണം ഇത് കുറെ കൂടെ പെട്ടെന്ന് വലുതാവും, വായിക്കും കുറച്ചും കൂടെ കൂടുതലല്ലേ. ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ കാര്യങ്ങളും പഠിച്ച് സെറ്റ് ആവും. കുട്ടികൾ ഇനി കിടക്കയല്ലേ, ഇത്രയും വർഷം ഇനി നമ്മൾ മെനക്കെടുമ്പോഴല്ലേ അതിനൊരു ക്യാരക്ടറൊക്കെ ഫോം ആവുള്ളൂ. കുട്ടികളെ വളർത്തുന്ന ഏറ്റവും പാടെന്നൊക്കെ. ഇപ്പൊ സുധാപ്പ് ജീവിതത്തിലേക്ക് വന്നത് വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ആ സമയത്ത് പപ്പീസും ഉണ്ട്, ഇവിടെ ഡോഗ്സ് ഉണ്ട്. അപ്പം സുധാപ്പ് വന്ന സമയത്ത് ഇപ്പൊ സൗഭാഗ്യ ചേച്ചി ആണെങ്കിൽ ഫുൾ ടൈം സുധാപ്പിനെ ആയിരിക്കും എടുത്തിട്ട് നടക്കുന്നത്. ഇതപ്പോഴും പട്ടിയൊക്കെ നോക്കും. അല്ല, അങ്ങനെയുള്ള സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, വീണ്ടും അടുത്ത പപ്പി വേണമെന്ന് പപ്പി എടുത്ത ആളാണ്. സുധാപ്പ് വന്ന സമയത്താണ് എൻസോ വരുന്നത്. അപ്പൊ പപ്പി അതിന് മുമ്പ് ഇവിടെ ലൈക്ക പപ്പി വന്ന് കാനക്കോഴ്സ് ഫീമെയിൽ. അത് ഒരു 6th month പ്രഗ്നൻസിയിൽ പപ്പി വരുന്നു, പപ്പിയുടെ കൂടെ ഇരിക്കുന്നു. അതുവരെ എൻ്റെ ഡിപ്രഷൻ, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് ചേട്ടാ, മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ച പപ്പിയും കൂടെ ഇവിടെ പിടിച്ച് വാങ്ങിച്ചെടുത്ത്, ഫ്രണ്ടാണ് ഭാര്യ, ഫ്രണ്ടാണ് ഗർഭിണി എന്നൊക്കെ ചോദിച്ച് എന്നെ ഇമോഷണലി പിടിച്ചു വാങ്ങിച്ച് വേറെ കനക്കോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് റിപ്പീറ്റഡ്ലി ഒരു ബ്രീഡ് വളർത്തുന്ന വലിയ അങ്ങനെ വൃത്തികേടെന്നല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് പുതിയ പുതിയ ബ്രീഡ്സുകൾ വളർത്തണം, അതെങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ സമയത്ത് ഒരേ ബ്രീഡിലുള്ള രണ്ടെണ്ണം എന്നിട്ട് അവളും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൊച്ചു ജനിച്ചപ്പോ പിന്നെ ഇതെടുത്ത്. അപ്പൊ ഇപ്പം സൗഭാഗ്യ ചേച്ചിയാണ് ഡോഗ്സിനെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അർജുൻ ചേട്ടനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നീ കൊണ്ടുപോവാ. മോട്ടിവേറ്റ് ഞാൻ കാല് മോട്ടിവേഷൻ ഒന്നുമില്ല, കാല് പിടിക്കും ഞാൻ ചേട്ടാ പ്ലീസ്. ഇനി അടുത്ത ഒരു മെമ്പർ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട് വരുന്നുണ്ട് ഉടനെ തന്നെ. ഒരുപാട് നാള് ഇന്ന് വൈകുന്നേരം, ഇന്ന് വൈകിട്ടിൽ ഒരു പുതിയ മെമ്പർ കൂടെ. അപ്പൊ 8 പേരാകും. നോ എന്ന് പറഞ്ഞൊരു സാധനം എന്റെ അടുത്ത് പറയേയില്ല.
മെനക്കേടൊക്കെ ആണെന്ന് അറിയാം, കൂടെ ഇരുന്ന് മെനക്കേട് അല്ലാതെ തലയിൽ ഇപ്പൊ ഹ്യൂഗോക്ക് പകരം 3 പപ്പീസ് ഇവിടെ ജോയിൻ ചെയ്ത്. അവരുടെ പേരൊക്കെ 2 ഹസ്കി. അത് ഫീമെയിലിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല, പിന്നെന്തോ അതൊരു യാദൃശ്ചികമായ ഒരു മൂവ് ആയിരുന്നല്ലേ. അത് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഫീമെയിൽ എടുക്കണം? അതെങ്ങനെ സമ്മതിച്ചു കൊടുക്ക്. ഒരു ഹസ്കി മെയിലിനെ നമ്മൾ എടുത്തു, അപ്പൊ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഇഷ്ടപ്പെട്ടു എന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചേട്ടാ അന്ന് അതിനെ എടുക്കാം. അങ്ങനെ 2 എണ്ണം ഹസ്കി മെയിലും ഫീമെയിലും ഉണ്ട് ഇപ്പൊ, ബർഫിയും നൈലയും. ഇവരെ അറിയാതിരിക്കുമല്ലോ, ഭയങ്കര ചട്ടമ്പികളാണ്. ബർഫി ഇതാണ് ബർഫി. ബർഫിനെ നമ്മൾ എടുക്കുന്നത് ഹ്യൂഗോ മരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഒരു പപ്പി വരുമ്പോഴത്തേക്ക് എല്ലാ വിഷമവും മാറുമെന്നാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ചട്ടമ്പിയാണ് ഇവൻ. ഇവനെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇവനെ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഈ ചട്ടമ്പിയും കൂടെ എടുത്ത്. ഇവളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭയങ്കര ചട്ടമ്പി. ഉള്ള ഇവിടുത്തെ പേരാണ് കുറുക്കൻ, ഇവളാണ് നൈല. ബർഫി ബാ, ഇതാ ഇവിടെ വാടാ, ഉണ്ടാ നല്ല അനുസരണ. എനിക്ക് ഹ്യൂഗോ പോയിട്ട് ഹ്യൂഗോയെ പോലെ ഒരു ഡോഗ് വരില്ല എന്നറിയാവുന്നതുകൊണ്ട് എനിക്ക് കാനക്കോഴ്സോ അല്ലെങ്കിൽ പ്രസ കനേറിയോ അങ്ങനെ ഒരു മാസീവ് ബ്രീഡ് അല്ലെങ്കിൽ മാസ്റ്റിഫ്സിനെ എനിക്ക് വേണമെന്നില്ലായിരുന്നു. എൻ്റെ മനസ്സ് മൊത്തം ഞാനാണെങ്കിൽ എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആ സാധനം പിന്നെ റിപ്പീറ്റഡ്ലി കാണില്ല. സൗഭാഗ്യം നേരെ തിരിച്ചാണ്. പട്ടിക്കുട്ടി പോയി അന്നോട്ട് ഫുള്ള് TV-യിലും ഫോണിലും എല്ലാം ഇവൻ്റെ വീഡിയോ ഫോട്ടോ ഇതെന്നെ കണ്ട് കരച്ചിൽ നെഞ്ചത്തടി എന്ന് ഒരു 2 മാസമായിട്ട്. 2 മാസമായിട്ട് ഈ 2 പപ്പി, ആദ്യം ഒരു പപ്പി എടുത്ത് അങ്ങനൊക്കെ ഇല്ല. സാധാരണ ഒരു പപ്പി എടുത്ത് സ്വാഭാവികം അങ്ങനെയല്ല, 24 മണിക്ക് പപ്പിയുടെ കൂടെ ഇരിക്കും. ഇത് എനിക്കറിയാം, ഹസ്കി ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ബ്രീഡാണ്. പക്ഷേ എനിക്ക് ഹസ്കി പോലത്തെ ഡോഗ്സിനെ അത്ര ഭയങ്കര ഒരു ഫാനല്ല ഞാൻ. ഹസ്കി ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരാളെ എനിക്കെപ്പോഴും ട്രെയിൻ ചെയ്ത് വെൽ ട്രെയിൻഡ് ആയിട്ട് മറ്റേ ഞാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്ത് വന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പട്ടിയെടുത്തുള്ള ഒരു ഇത്. അപ്പം ഹസ്കി അങ്ങനെയല്ല, കുറച്ചും കൂടെ ഭയങ്കര പ്ലേഫുള്ളാണ്. അവർ വിളിച്ച വരണമൊക്കെ ഭയങ്കര പാടാണ്. അവർക്ക് മൂടൊക്കെ വേണം അവർ പറഞ്ഞത്. പൂച്ചകൾ എങ്ങനെയാണെന്ന് ആൾക്കാർ പറയില്ല, അതുപോലെയാണ്. പക്ഷെ എന്നെ പൂച്ചകളാണ് ഞാൻ കാണിച്ചു തരാം, വിളിച്ച അപ്പം വരും. ഇത് എൻ്റെ നാടൻ പട്ടിക്കുട്ടിയാണ്, പേര് ചിച്ചു. പിന്നെ ആക്ച്വലി എനിക്ക് എറണാകുളത്ത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്തൊക്കെ എനിക്കൊരു ബിഗ് ഡോഗ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ ആരെങ്കിലും വരുമോ കള്ളം കയറുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ ബ്രീഡിനൊക്കെ വളർത്തുന്നതിന് മുന്നേ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഈ നാടൻ പട്ടിയായിരുന്നു. ഇതുണ്ടെങ്കിൽ വീട്ടിലത്തെ ആരും കയറില്ല എന്നുള്ളായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു പാവമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് നിന്ന് പിന്നെ ഞങ്ങൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള പട്ടിക്കുട്ടികളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നത് ഇവൾ സ്വമേധയെ വണ്ടിക്കകത്ത് കയറി വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ വന്നതാണ് ട്രിവാൻഡ്രത്തേക്ക്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ള സ്ട്രേ ഡോഗ്സ് ഒന്നും വിട്ട് വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്തോ ഭയങ്കര ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് നേരെ വന്ന് വണ്ടിയിൽ അങ്ങ് വന്ന് കയറി. അന്നോട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അർജുൻ ചേട്ടൻ ഇതിനെ നോക്കിയിട്ടൊക്കെ പറയുന്നതിനിപ്പോൾ ഏകദേശം ഒരു 10 വയസ്സൊക്കെ ആയി കാണും എന്നാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര വയസ്സിലാണ് എൻ്റെ അടുത്തോട്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതാണ് ചിച്ചു. ഡോഗ്സിനെ പോലെ തന്നെ ഇവിടെ ഒരുപാട് കിളികളുണ്ട്, പൂച്ചകളുണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസിനാണ് ഇവർ ചേർത്ത് നിർത്തുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു കപ്പിൾ വൈബിൽ ഇത്രയധികം മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു വൈബ് കാര്യങ്ങൾ നമുക്കും കിട്ടിയത്. എനിവേ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മെമ്പേഴ്സിനെ ഇതുപോലെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മേടിച്ച് തന്നെ സൗഭാഗ്യം ചിരിക്കണം. കൂടുതൽ മെമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതേ എനർജറ്റിക് ആയിട്ട് തന്നെ ആശംസിക്കുന്നു.